ഗുഡ് മോർണിംഗ്, സോറി ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ് ആവാൻ അയക്കുന്നത്. ഞങ്ങൾ കുറച്ച് ആൾക്കാരിന്ന് എവിടേക്കോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അതെ, അങ്ങനെ പറഞ്ഞാൽ തെണ്ടാൻ ഇറങ്ങിയത്. ഇന്നത്തെ പോക്കിനാണെങ്കിൽ ഒരു കോമഡി ഉണ്ട്. വേറെ ഒന്നുമല്ല, ഞാൻ സിറ്റിയിൽ നിന്ന് കൂടി മാറിയതിന് ശേഷം ആദ്യമായിട്ട് ചാർമിനാറൊക്കെ പോണേ. അത് വേറൊരു വിറ്റ്, വേറെ ഒന്നുമല്ല. കാരണം ഇവിടേക്ക് വന്നതിന് ശേഷം പിന്നെ പോകാനുള്ള നേരവും കിട്ടിയില്ല, സമയവും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. പിന്നെ സിറ്റി ലൈഫിൽ നിന്നും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് മടുക്കുട്ട മക്കളെ. നിങ്ങൾ വെറുതെ വിചാരിക്കുക ഈ സിറ്റിയിൽ നിന്നും കൂടെ മാറിയിട്ട് നിങ്ങൾ കുറച്ച് ഹൈദരാബാദിലെ ഗ്രാമീണ ഭംഗികളൊക്കെ കാണിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ വന്ന് കൂടിക്കഴിഞ്ഞാൽ പെട്ടുപോകും. അങ്ങനെയാണ്, കണ്ടില്ല നിങ്ങൾ. പിന്നെ ബസ് ചാർമിനാറൊക്കെ പോകണം പറഞ്ഞപ്പോൾ നമ്മൾ ചാർമിനാറിലേക്ക് ടിക്കറ്റ് എടുത്ത് നേരെ ചാർമിനാറിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ മൂന്നാളുകൂടിയാണ് പോയത്. സംഭവം എന്തായാലും ഉഷാറായിരിക്കുന്നത്. കുറേ കാലത്തിന് ശേഷം കുറേ ആൾക്കാരെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം അത് എന്തായാലും വരും. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അങ്ങനെയാണല്ലോ. പിന്നെ ചാർമിനാർ കാണാമെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. കാരണം ഞാൻ 2 കൊല്ലമായി ഇപ്പോൾ ചാർമിനാർ പോയിട്ട്, ഹൈദരാബാദ് വന്നിട്ട് 7 കൊല്ലമായി. എന്തായാലും എൻ്റെ കഥ ചാർമിനാറും കൂടി കണ്ടപ്പോൾ കുറച്ച് നേരം അതിൻ്റെ പരിസരത്ത് അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഹാൾട്ടായി. വേറെ ഒന്നുമില്ല, നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ക്രൗഡും ഉണ്ടായിരുന്നു. ഈ ക്രൗഡിൻ്റെ ഇടയിൽ കൂടി എൻ്റെ ഒപ്പമുള്ള റിസോം പറയുന്നുണ്ടായിരുന്നു മന്തി 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 എന്ന്. അങ്ങനെ ഞങ്ങളൊരു മന്തി തപ്പി കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങളെന്ത് ചെയ്ത് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഞങ്ങൾ മന്തി തിന്നാൻ പോവുക. ഈ വഴി കണ്ട എന്താണെന്ന് കൂടി മനസ്സിലാകുന്നില്ല. ഗൂഗിൾ മാപ്പ് കാണിച്ചെന്നാൽ വയ്യ, എന്തായാലും ചെയ്യുക. നടന്ന് ഞങ്ങൾ പോകുന്നേരം പുരക്കാരൊക്കെ ഞങ്ങളങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത് പുരൻ്റെ മുറ്റത്ത് കൂടി ഞങ്ങളിങ്ങനെ പോകുന്നത്. എന്തായാലും ചെയ്യുക. എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാനൊന്നുമില്ല, കാരണം ഫൈമാണ് ഇടുന്നത്. അപ്പോൾ ഫൈം എത്തിച്ചെന്ന മന്തിൻ്റെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പൊളി ഒന്നും പറയാനില്ല. കിടിലം പോലത്തെ ആംബിയൻസ്, കിടിലം പോലത്തെ ഫുഡാട്ടോ. കിടിലം പോലത്തെ ഫുഡ് പറഞ്ഞാൽ കിടിലം പോലത്തെ ഫുഡ്. അപ്പോൾ നിങ്ങൾ മന്തിയിലെ കത്തിക്കുന്നത്. ഞാനവിടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് നമ്മളവിടെ ഇരിക്കുമ്പോഴേക്ക് ഒരു 3 പാത്രത്തിൽ നമുക്ക് എന്ത് തന്ന് സൂപ്പ് തന്ന് കഴിയേ നമുക്ക് എന്താ വന്നിക്കുന്നത്, മന്തി വന്നിക്കുന്നത്. എൻ്റെ മക്കളെ തിന്ന പോലെ ഇരിക്കും കിടില മന്തി. അതായത് ഞങ്ങൾ വാങ്ങിയത് ഒരു ബ്രോസ്റ്റ് മന്തിയും പിന്നെന്താ വെച്ചാൽ പിന്നെ ഒരു ലെബനീസ് ഗ്രിൽഡോ വാങ്ങി. അതൊരു സംഭവം തന്നെ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ലെബനീസ് ഗ്രില്ലൊക്കെ കഴിക്കുന്നത്. ഇവിടെ വന്ന് ഇത്ര ബെർത്തായിട്ടുള്ളൊരു മന്തി എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. കാരണം മന്തി 36 ഞാൻ വിട്ടിട്ട് കൊല്ലം 2ആയി. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് മന്തി കഴിച്ചപ്പോൾ എന്തില്ലാത്തൊരു സമാധാനം. ഈ സ്പോട്ട് വരുന്ന വേറെ ഇടയില്ല, ചാർമിനാറിലുള്ള ഈ MS മന്തി. വേഗം വിട്ടോളി, കഴിക്കാത്തവർ പോയി കഴിച്ചു നോക്കിയോളി. സംഭവം സൂപ്പറാണ്. ആയിരുന്നു പിന്നെ നേരെ ഒരു 10-15 കാലമായപ്പോൾ ഒരു ഓട്ടം പിടിച്ച് നേരെ മൈസൂരത്തേക്ക്. അപ്പോൾ വീണ്ടും കാണാം. വണക്കം.